പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ വരികയാണ്. നിലമ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നിലമ്പൂരിൽ ബിജെപി മത്സരക്കളത്തിലേ ഇല്ല എന്നുള്ള നിലയിലായിരുന്നു സാഹചര്യം ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ബിജെപി മത്സരിക്കുന്നില്ല, എൻഡിഎയിൽ നിന്ന് BDJS മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. BDJS ഇന്ന് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു എന്ന നിലയിലായിരുന്നു ഈ നിമിഷം വരെയുള്ള വാർത്തകൾ വന്നത്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ BJP മത്സരിക്കുന്നു, സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വരുന്നു എന്നുള്ളതാണ്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, BJP തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നു നിലമ്പൂരിൽ. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിയത്? BDJS മത്സരിക്കാൻ താല്പര്യം അറിയിച്ചില്ല. BDJSന്റെ സ്വാധീനമുള്ള മണ്ഡലം അവിടെ BDJS മത്സരിച്ചപ്പോഴാണ് വോട്ട് കൂടിയത്. 12,000 വോട്ടുകൾ കിട്ടിയത് BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴാണ്. അതുകൊണ്ട് തന്നെ BDJS മത്സരിക്കട്ടെ എന്നായിരുന്നു BJPയുടെ നിലപാട്. BJPയുടെ അധ്യക്ഷൻ ഇന്നലെയും പറഞ്ഞത് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്, LDFും UDFും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ BJP മത്സരിക്കാൻ താല്പര്യമില്ല, പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല എന്നെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ BDJS മത്സരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് BJP മത്സരിക്കാൻ നിർബന്ധിതമായത് വേണം കരുതാൻ. മത്സരിക്കാതിരുന്നാൽ വലിയ ആരോപണമായത് മാറിയേനെ. കാരണം പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ദേശീയ പാർട്ടി സംസ്ഥാനത്ത് വിട്ടുനിൽക്കുന്നത് വലിയ ആരോപണങ്ങൾക്കിടയാക്കിയതിനെ. ഇപ്പോൾ തന്നെ BJP മത്സരിക്കാതെ മാറി നിൽക്കുന്നത് LDFന് വേണ്ടിയാണ്, CPMന് വേണ്ടിയെന്ന ആരോപണം കോൺഗ്രസ് ക്യാമ്പ് ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ BJP മത്സരിക്കുന്നത്. BJP രണ്ടഭിപ്രായമുണ്ടായിരുന്നു. മത്സരിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തെ ഒപ്പം നിൽക്കുന്നവർക്കും. എന്നാൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്, തെറ്റായ സന്ദേശമാകും നൽകുക. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുമ്പോൾ അത് ശരിയായ ഒരു മെസ്സേജ് ആകില്ല പുറത്തു നൽകുന്നത്. BJPക്ക് ദോഷം ചെയ്യുമെന്ന അഭിപ്രായവും BJPയുടെ ഒരു പ്രധാന നേതൃതലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് BJP ഇപ്പോൾ മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും മറ്റും അതേ ഇനി കുറച്ചുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട്. ഏതായാലും ഇതൊരു ഡൽഹിയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പായാണ്, BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നുള്ള ഒരു വാർത്താക്കുറിപ്പായാണ് വന്നിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ തീരുമാനിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് BJP. അരുൺ സിംഗ് എന്ന പേരിലാണ് ആ വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. നിലമ്പൂരിൽ കടുത്ത ഒരു ത്രികോണ പോരാട്ടമായിരിക്കുന്നതിൽ പോലും 3 പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കളം വ്യക്തമാകുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും തയ്യാറായിരിക്കുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതിനു മുമ്പ് 3 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഏതായാലും BJP CPM ഒത്തുകളി എന്ന ആരോപണം, കോൺഗ്രസിന്റെ ആരോപണം കൂടി ഇല്ലാതാകുന്ന ഒരു തീരുമാനമാണ് BJPയിൽ ഉണ്ടായിരിക്കുന്നത്. BDJS സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് BJP തന്നെ ആ സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനമായിരിക്കുന്നതും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നതും. തീർച്ചയായും നിലമ്പൂരിൽ BJP കൂടി മത്സരക്കളത്തിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. നിർത്താൻ പോകുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഡൽഹിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പായിട്ടാണ് ഈ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത്. TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നിലമ്പൂർ മത്സരക്കളത്തിൽ. തങ്ങൾ മത്സരിക്കാനേ ഇല്ല എന്നുള്ളതാണ് ആദ്യ ഘട്ടം മുതൽ പുതിയ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. തങ്ങൾക്ക് അപ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്, മാത്രമല്ല വരുത്തിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഇതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് തങ്ങൾ ഉന്നം വെക്കുന്നത്. അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് അധ്യക്ഷൻ തന്നെ സ്വീകരിച്ചത്. പക്ഷേ ഭിന്ന അഭിപ്രായമുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ. കാരണം കരുത്ത് കാണിക്കാൻ, ശക്തമായ പ്രകടനം കാണിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഉള്ളൊരവസരമാണ്. അത് ഇല്ലാതാക്കി കളയരുത് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പലവിധ വിമർശനങ്ങൾ ഉയർന്നത്. BJP മാറി നിൽക്കുന്നത് LDFനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. LDF BJP CPM ബാന്ധവത്തിന്റെ ഉദാഹരണമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇപ്പോൾ BDJS സ്ഥാനാർത്ഥിയല്ല, BJP സ്ഥാനാർത്ഥി തന്നെ നിലമ്പൂരിൽ NDAയ്ക്ക് വേണ്ടി മത്സരിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക്, നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി. എങ്ങനെ നോക്കിക്കാണണം നമ്മൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ?
യെസ് ആര്യ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ബി ജെ പിയിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ ഉണ്ടാകുമെന്ന കാര്യം ബി ജെ പിയിൽ നിന്ന്. കാരണം ബി ജെ പിയിൽ ആലോചനകൾ നടക്കുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പിലൂടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി നടത്തുന്നത്. ഇതിൽ അസാധാരണത്വം തീർച്ചയായുമുണ്ട്. കാരണം സാധാരണ കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് കേരളത്തിൽ നിന്നും ഒരു പേര് നിർദ്ദേശിച്ച് ആ പേരിന് അംഗീകാരം വാങ്ങിയാണ് സാധാരണ നടക്കുന്നത്. പക്ഷേ ഇവിടെ അത്തരം ഒരു ആലോചന പോലും നടക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നിന്നും ഒരു പേര് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു എന്ന സാഹചര്യമാണ്. മോഹൻ ജോർജ് എന്ന വ്യക്തി ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകനൊന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്. പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് നമുക്ക് അറിയാനാവുന്നത്. ബി ജെ പിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ കൂടി തന്നെ ഇക്കാര്യം വ്യക്തമായ സാഹചര്യം അതാണ്. എന്താണ് ബി ജെ പി എൻ ഡി എ ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. കാരണം ബി ഡി ജെ എസിനാണ് ഈ സീറ്റ് എന്നത് സംബന്ധിച്ച് ബി ഡി ജെ എസ് ഇന്ന് കോട്ടയത്ത് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നതിനിടയിലാണ് ബി ജെ പി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഒപ്പം തന്നെ ഗിരീഷ് എന്ന ഒരു വ്യക്തിയെ അവിടെ താൻ സ്ഥാനാർത്ഥിയാവും എന്ന പ്രഖ്യാപനം അദ്ദേഹം നേരത്തെ തന്നെ മലപ്പുറത്ത് നിലമ്പൂരിൽ നടത്തിയതുമാണ്. പിന്നെ എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്? എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പി എൻ ഡി എ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമായി മാറുന്നത്. അത് ഈ നോമിനേഷൻ നൽകേണ്ട അവസാന തീയതിയുടെ തലേന്ന് തന്നെ ഇത്തരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. എന്തായാലും മോഹൻ ജോർജ് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വരുന്ന മിനിറ്റുകളിൽ മോഹൻ ജോർജിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തിയില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തന്നെ ബി ജെ പി മടിച്ചു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നാൽ ബി ജെ പി വോട്ടുകൾ അനുകൂലമായി പോകും. ഏതെങ്കിലും വോട്ട് കച്ചവടത്തിന്റെ സൂചനയാണോ ഇത്? ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തേക്ക് വരികയാണ്. എന്തായാലും ബി ജെ പി മത്സരിക്കാനല്ല, മറിച്ച് സാന്നിധ്യം അറിയിക്കാൻ മാത്രമാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം അവസാന നിമിഷം സംസ്ഥാന നേതാക്കളൊന്നും പങ്കെടുക്കാതെയുള്ള പ്രഖ്യാപനത്തിലൂടെ തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി ബി ജെ പി കൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കളം നിറയുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയും നിലമ്പൂരിൽ മത്സരിക്കാനുണ്ടാകും. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്.